അനൂപ് വി ആർ, ഇന്നിപ്പോൾ കോൺഗ്രസും അതിശക്തമായ വാദങ്ങളാണല്ലോ. കെ സി വേണുഗോപാലിന്റെ വാദമൊക്കെ ഇന്ന് സഭയിൽ കണ്ടതാണ്. ഭിന്നിപ്പിനുള്ളതാണ് ഈ ബിൽ എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയും പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ്. അപ്പുറത്ത് എൻഡിഎയിൽ നിന്നും ചില പിന്തുണകൾ ഈ വിഷയത്തിൽ ലഭിക്കും, പ്രത്യേകിച്ച് PDP-യിൽ നിന്ന് അടക്കം പിന്തുണ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഇപ്പോൾ JPC-ക്ക് മുന്നിലെത്തുമ്പോഴേക്കും കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്താണ്? വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ഉണ്ടായ ചർച്ച തന്നെ വളരെ ശുഭോദർക്കമാണെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. തീർച്ചയായും അതിനകത്ത് ഇന്ത്യൻ ഭരണഘടന ഇവിടുത്തെ പൗരന്മാർക്ക്, വിശേഷ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ചില പരിരക്ഷണങ്ങൾ, പ്രത്യേകിച്ച് മൗലികാവകാശങ്ങളുടെ കാര്യത്തിലുള്ള ലംഘനമാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ അതിലൊക്കെ ഉപരിയായി ഒരു മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ സ്പർശിക്കുന്ന രൂപത്തിൽ ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ അതിലും കൂടുതലോ കുറവായോ ഒന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമല്ലേ. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിങ്ങളൊരു അഹിന്ദുവിനെ അനുവദിക്കുമോ? ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സമിതിയിൽ അഹിന്ദുവിന് എന്തെങ്കിലും സ്ഥാനമുണ്ടാകുമോ? വളരെ കൃത്യമാണ്. വിശ്വാസ സംബന്ധിയായ കാര്യത്തിൽ ഒരു നുഴഞ്ഞുകയറ്റം, ഒരു അതിക്രമമാണ് സംഘപരിവാർ ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം കേരളത്തിലെ ദേവസ്വം ബോർഡുകളുമായൊക്കെ ബന്ധപ്പെട്ട് സംഘപരിവാർ കേന്ദ്രങ്ങൾ വ്യാപകമായി നടത്തി വരുന്ന പ്രചരണങ്ങൾ എന്താ? ഇവിടെ LDF ഭരിക്കുമ്പോഴാകട്ടെ UDF ഭരിക്കുമ്പോഴാകട്ടെ അവിടെ ഹിന്ദു MLA-മാരിൽ, വിശ്വാസികളാണ് എന്ന് പറയുന്ന MLA-മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ദേവസ്വം ബോർഡുകളാണ്. അവിടെ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് സത്യവാങ്മൂലം കൊടുത്ത ആളുകളാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളായി വരുന്നത്. എന്നിട്ട് പോലും നിരന്തരം ഇവിടുത്തെ സംഘപരിവാർ കേന്ദ്രങ്ങൾ പറഞ്ഞു വരുന്നത് ഇവരൊന്നും വിശ്വാസികളല്ല. ആരാണ് വിശ്വാസിയായ ഹിന്ദു എന്നതിനെക്കുറിച്ച് അങ്ങനെ നിർവചനമൊന്നുമില്ല. പക്ഷേ സംഘപരിവാർ കൃത്യമായി അത് വെറുപ്പ്, ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നു. പക്ഷെ കൃത്യമായി സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ച്, ക്രിസ്ത്യൻ മതത്തെ സംബന്ധിച്ച് ഒരു ടെക്സ്റ്റ് പിന്തുടരുന്ന മതങ്ങളാണ്. അതിനകത്ത് ആരാണ് മുസ്ലിം എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർവചനമുണ്ട്, വിശ്വാസ സംബന്ധിയായ നിർവചനമുണ്ട്. എന്താണ് വഖഫ് സ്വത്ത് എന്നതിനെക്കുറിച്ച് നിർവചനമുണ്ട്. അത് ഡെഡിക്കേറ്റഡ് ടു അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടൊരു സ്വത്താണ് എന്ന് മാത്രമല്ല, ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ച് എന്ത് കാര്യത്തിനും എന്ത് പ്രവർത്തിക്കും ഒരു ഉദ്ദേശമുണ്ട്, നിയ്യത്തുണ്ട്. നേരത്തെ അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നൊക്കെ അബദ്ധജടിലമായ പ്രസ്താവന BJP-യുടെ വക്താവിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടു. പക്ഷെ അങ്ങനെയല്ല. വഖഫ് ബോർഡ്, വഖഫ് സ്വത്ത് വഖഫ് ബോർഡിന് സമർപ്പിച്ചു കഴിഞ്ഞാലും വഖഫ് ബോർഡിൻ്റെ ഇഷ്ടപ്രകാരം അത് വിനിയോഗിക്കാൻ കഴിയില്ല എന്നാണ് സത്യം. അതിൻ്റെ ഉദ്ദേശം വളരെ കൃത്യമാണ്. അത് എന്ത് കാര്യത്തിനാണ്? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണോ? മൃഗങ്ങളുടെ പരിപാലനത്തിന് വേണ്ടിയാണോ? വിദ്യാഭ്യാസ സംബന്ധിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുക എന്നുള്ളതാണ്. വഖഫ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും അത് കൈകാര്യം ചെയ്യാൻ മാത്രമാണ് അവകാശം. അത് കൈകാര്യം ചെയ്യുന്ന ചുമതല ആർക്കാ? അത് വിശ്വാസികൾ സമർപ്പിച്ച, വിശ്വാസപരമായ ഉദ്ദേശത്തോടുകൂടി സമർപ്പിക്കേണ്ട വസ്തുവിൻ്റെ അതിൻ്റെ പരിപാലനം, കാര്യനിർവഹണം എന്ന് പറയുന്നത് മുസ്ലിം വിശ്വാസികൾ നിർവഹിക്കേണ്ട ഒന്നാണ്. അവിടെയാണ് രണ്ട് അമുസ്ലിംങ്ങളായ രണ്ടുപേർക്ക് ആകാമെന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട വിശ്വാസത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഇതൊരു കേവലം തുടക്കം മാത്രമാണ്. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിൽ അടക്കം മദ്രസ സിലബസ് സംസ്ഥാനം തീരുമാനിക്കണമെന്ന് പറഞ്ഞ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇതേപോലെ തുടക്കമാണ്. വഖഫ് സ്വത്തുക്കളെ അന്യാധീനപ്പെടുത്താനുള്ളൊരു തുടക്കം. ഈ ബില്ലിനകത്ത് വളരെ കൃത്യമായി എഴുതിയ അപകടകരമായ ഒരു വ്യവസ്ഥയുണ്ട്. സാധാരണ ഇന്ത്യയിൽ നടക്കപ്പെടുന്ന നിയമങ്ങൾക്കൊന്നും, ഇപ്പോൾ ഭൂപരിഷ്കരണം അടക്കമുള്ള നിയമങ്ങൾക്കൊന്നും മുൻകാല പ്രാബല്യമില്ല. പക്ഷെ ഇതിനകത്ത് എന്താ പറയുന്നത്? ഈ നിയമം ഭേദഗതി നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞാൽ ബിഫോർ ഓർ ആഫ്റ്റർ ഏത് സ്വത്തും വേണമെങ്കിലും ഡിസ്ട്രിക്ട് കളക്ടർക്ക് അത് വഖഫ് അല്ല എന്ന് പ്രഖ്യാപിക്കാം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് മുസ്ലിം വിശ്വാസത്തിനു മേലുള്ള കടന്നുകയറ്റം, രണ്ടാമതായി അത് ഈ പറയുന്ന വഖഫ് സ്വത്തുക്കളെ അന്യാധീനപ്പെടുത്താനുള്ള വലിയ നീക്കമാണ്. ഇവിടെ ഓരോ ആരാധനാലയത്തിൻ്റെയും അടിയാധാരം തിരഞ്ഞ് അതൊക്കെ ഏതോ കാലത്ത് അമ്പലങ്ങളായിരുന്നു എന്ന് പറയുന്നവർ ഭരിക്കുമ്പോൾ ഇത് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്താനാണെന്ന് വളരെ വ്യക്തമല്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് വിശ്വാസ സംബന്ധിയായ ഇത്തരം കാര്യത്തിൽ അത് ഏതൊരു വിശ്വാസമാകട്ടെ പരിരക്ഷിക്കപ്പെടണം. നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനയുടെ വകുപ്പുകൾ ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റിയുടെ ഉണ്ട്, അതുപോലെ തന്നെ 25-26 വകുപ്പുകളുണ്ട്, 30 വകുപ്പുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യൻ ഭരണഘടന പൗരന് ഉറപ്പ് നൽകുന്ന ഭരണഘടനാ മൂല്യങ്ങളുടെ ലംഘനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP-ക്ക് ഇന്ത്യയുടെ ജനത കൊടുത്ത ഒരു വലിയ
മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ ഭരണഘടന മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അത്തരം മുൻവിധികളെ തിരസ്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഭരണഘടനയെ തകർക്കാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അത് ഇന്ന് KC വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് മുസ്ലിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ, പാഴ്സികളുടെ കാര്യത്തിൽ, ഹിന്ദുക്കളുടെ അവാന്തര വിഭാഗങ്ങളുടെ കാര്യത്തിലൊക്കെ നാളെ നടക്കാൻ പോകുന്ന ഒന്നാണ്. ഇത് തീർച്ചയായും ഏകാധിപത്യത്തിലേക്കുള്ള വഴി തുറക്കലാണ്. അത് ഇന്ന് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സംയുക്ത പാർലമെന്റ് കമ്മിറ്റിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അളവ് വരെ ഇത്തരം ഒരു ചർച്ച ഉണ്ടാകും എന്ന് പറയുന്നത് വിജയമാണ്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.